രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ സിജോ ജിൻഡോയ്ക്കിട്ടൊരു പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ ഒരു ടാസ്കിൽ പറഞ്ഞിങ്ങനെയാണ്, അവസാനം വിന്നറാകുന്നത് ആരാണ്, ആ സമയത്ത് ലാലേട്ടന് മുന്നിൽ വെച്ച് പറഞ്ഞ സ്പീച്ച് എന്താണ് എന്നൊക്കെ രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു. അപ്പം അടുത്ത സിജോയുടെ കൂടെ ലാലേട്ടന് മറു കയ്യിൽ ആരായിരിക്കും പിടിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ടാസ്ക് ആയിരുന്നു. അപ്പം നമ്മുടെ സിജോ പറയുന്നത് ഞാനായിരിക്കും കപ്പടിക്കുന്നത്, എൻ്റെ കൂടെ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജിൻഡോയാണ്, കാരണം ജിൻഡോ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോയുടെ ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ടേബിളിൻ്റെ പുറത്തൊരു ചീന സാധനം വല്ല കൊണ്ടുവയ്ക്കും, എന്നിട്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് കുറേ ആളുകൾ വന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജിൻഡോ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ചീഞ്ഞ സാധനത്ത് മാറ്റിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആണ് ജിൻഡോയുടെ ഗെയിമെന്ന്. അതായത് ഈ വെച്ച കാര്യം മാറ്റിയിട്ട് എന്താണ് മറ്റുള്ളവർ പറഞ്ഞത് അതെടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ ജിൻഡോയുടെ ഗെയിം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഒരുപാട് കള്ളങ്ങൾ പറയും, കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജിൻഡോയുടെ ഗെയിം പോകുന്നത്. ഇവിടെ കള്ളം പറയാൻ പാടില്ലെന്നല്ല, പക്ഷേ ജിൻഡോയുടെ ഗെയിം അങ്ങനെയാണ്, കള്ളങ്ങൾക്ക് മേളിൽ വെച്ചൊരു ഗെയിമാണ് ജിൻഡോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഞാനിവിടെ മുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ജിൻഡോയെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ആ ഒരു കള്ളം പറഞ്ഞിട്ട് പോലും പിന്നീട് വന്ന് അതിനെക്കുറിച്ച് പറയുകയോ ഒരു മാപ്പ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് നമ്മൾ സിജോ പറയുന്നത്. ശരിയാണ്, അങ്ങനെ വലിയൊരു ഉന്തും തള്ളും അവർ തമ്മിലുണ്ടായിട്ടില്ല. കയ്യിലാണ് പിടിച്ചതിനാണ് പറഞ്ഞത്, എന്നെ അടിച്ചു അള്ളി എന്നൊക്കെ പറഞ്ഞത്. അപ്പം അന്ന് ജിൻഡോയുടെ ഗെയിം അങ്ങനെ ആയിരുന്നു അല്ലേ. അപ്പം ഇപ്പോൾ ജിൻഡോയുടെ ഗെയിം ഒരുപാട് മാറി വരുന്നുണ്ട്. അന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പ്രേക്ഷക പിന്തുണ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിം പ്ലാനിങ് ആയിരുന്നു, എന്നെ അടിച്ചു നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗെയിം അല്ലേ, ഒരു ഫണ്ണി ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ജിൻഡോ ഭയങ്കര സീരിയസ് ആണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിജോ പറയുന്നത് ആകെ മൊത്തം കള്ളങ്ങളുടെ മേളിൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജിൻഡോ നിൽക്കുന്നത്. ഒരു പരിധിവരെ അത് ശരി തന്നെയാണ്. കള്ളങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സീസൺ 6 ഇത്രയേറെ കള്ളം പറയുന്ന ഒരാൾ വേറെ ഇല്ല. പക്ഷേ എന്നാൽ പോലും അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഈ ടാസ്കിൻ്റെ പേരിൽ ഇവർ തമ്മിൽ ഇനി എന്തൊക്കെ യുദ്ധം നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.